ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ 1 മുതൽ 10ാമത്തെ പാഠം വരെ ഉൾപ്പെടുത്തിയിട്ട് പാഠത്തിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറയുന്ന എക്സാമിനേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാം സ്വീകരിക്കാനിടയായി. ആരാണ്? ഉത്തുബ മനസ്സിലാക്കുക. ഉത്തുബയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാം സ്വീകരിക്കാനിടയായത്. ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്തുബ ഖുർആനിന്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഖുർആനിനെ എതിർത്തിരുന്ന ഉത്തുബക്ക് ഖുർആനിന്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വലിയ സാഹിത്യകാരനായിരുന്നു. മനസ്സിലാക്കുക, ഉത്തുബ വലിയ സാഹിത്യകാരനായിരുന്നു. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. എന്ത്? ഖുർആൻ. മനസ്സിലാക്കുക. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. എന്തിന്? ഖുർആനിന്. മനസ്സിലാക്കുക. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞതാണ് ഇതൊക്കെ. ഉത്തുബ മക്കക്കാരോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഖുർആനിന് മഹത്തായ വശീകരണ ശക്തിയുണ്ട്. അത് ജ്യോത്സ്യമോ കവിതയോ മാരണമോ ഒന്നുമല്ല. ഉത്തുബ മക്കക്കാരോട് പറഞ്ഞതാണ്. ഖുർആനിന്റെ സാഹിത്യ മികവിന് മുന്നിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകളൊക്കെ മുട്ടുമടക്കി. ഖുർആനിന്റെ സാഹിത്യ മികവിന് മുന്നിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുട്ടുമടക്കി. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരൂട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിന്റെ മഹത്വവും മനസ്സിലായിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിച്ചില്ല. ആര്? ഖുറൈശികള്. ഈ സന്ദർഭത്തിൽ ഖുർആൻ ഖുറൈശികളെ വെല്ലുവിളിച്ചു. എന്താ പറഞ്ഞത് ഖുർആന്? ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിനു സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. ഖുർആന് ഖുറൈശികളെ വെല്ലുവിളിച്ചതാണ്. അല്ലാഹു അല്ലാതെ നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഖുർആന് ഖുറൈശികളെ വെല്ലുവിളിക്കുന്നത്. മനസ്സിലാക്കി പഠിക്കുക. ഖുർആനിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വരും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക. എന്തൊക്കെയാണ്? വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്താണ്. ആ മോചിതത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിലില്ലാതായി. മനുഷ്യർ കൈക്കടത്തലുകൾക്ക് വിധേയമായി. പ്രസ്തുത ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാനും അതനുസരിച്ച് കർമ്മം ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖുർആൻ ഓതുക. തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്ക് അത് അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. അപ്പോൾ ഖുർആനെ കുറിച്ചിട്ട് 5 വരി എഴുതാൻ വന്ന ഈ ഭാഗം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഖുർആനില്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. കാരണം എന്താണ്? അത് മനുഷ്യ കൈക്കടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഖുർആൻ ഇറങ്ങിയതോടെ ഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിലില്ലാതായി. എന്നാണ്? ഖുർആൻ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിലില്ലാതായി. മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഖുർആൻ പാരായണത്തിന് ശ്രേഷ്ഠതയുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. നിങ്ങളിൽ ഉത്തമരാരാണ്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. അന്ത്യനാളിൽ അത് ശുപാർശ ചെയ്യും. ആർക്കാണ്? നിങ്ങൾ ഖുർആൻ ഓതുക, അത് അന്ത്യനാളിൽ നിങ്ങൾക്ക് ശുപാർശ ചെയ്യും. മനസ്സിലാക്കുക. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ എന്തിനോടാണ് ഉപമിച്ചത്?
ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. പരിപാലനമില്ലാത്ത വീട് പോലെയാണ് ആര്? ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ. മനസ്സിലാക്കുക. എല്ലാ പാഠങ്ങൾക്കടിയിലും വരുന്ന ഇതുപോലുള്ള ബോക്സും അതിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഹൈറുക്കും മൻ തഅല്ലം ഡാഷ് ഖുർആൻ വഅല്ലമഹു. ഹൈറുക്കും മൻ തഅല്ലമു ഡാഷ് വഅല്ലമഹു. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും ഖുർആൻ. മാച്ച് ചെയ്യാൻ വരും ഹൈറുക്കും മൻ തഅല്ലം. നെക്സ്റ്റ് അടുത്തതിൽ അൽ ഖുർആൻ വഅല്ലമഹു മാച്ച് ചെയ്യാൻ വരും. മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. അപ്പോൾ ഒന്നാമത്തെ പാഠഭാഗത്ത് നിന്ന് ഇത്രയും മനസ്സിലാക്കുക. പാഠഭാഗത്തിൻ്റെ തദ്രിഭാത്തിൽ വന്ന ചോദ്യങ്ങളും വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരിക എന്നുള്ളത് തദ്രിഭാത്തിൻ്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ തഖ്വൽ ഖുലൂബ്. തഖ്വൽ ഖുലൂബ് എന്താണ് ഇതിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫുള്ളതിനാൽ മദീനയെ ബഹുമാനിക്കാതെ മസ്ജിദിൽ വെച്ച് ശബ്ദമുണ്ടാക്കിയ ആരാണവിടെ? തോയിഫുകാർ. അവരോട് ഖലീഫ ഉമർ പറയുന്ന എന്താണ്? നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ആരാരോടെ പറഞ്ഞത്? തോയിഫുകാരോട് ഖലീഫ ഉമർ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ അവർ മസ്ജിദിൽ വെച്ച് ശബ്ദമുണ്ടാക്കിയതിനായിരുന്നു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫുള്ള മസ്ജിദ് വെച്ച് ശബ്ദമുണ്ടാക്കിയതിനാണ്. ആദരണീയ വ്യക്തികൾ, വസ്തുക്കൾ എന്നിവയെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. ആദരണീയ വസ്തുക്കളെയും വ്യക്തികളെയൊക്കെ ആദരിക്കുന്നതിൻ്റെ വിധി എന്താണ്? മുസ്ലിമിന് നിർബന്ധമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാത്തത് കൊണ്ടാണ് ഇബ്ലീസ് ശാപത്തിനിരയായത്. ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്ലീസ് അതനുസരിച്ചില്ല. അങ്ങനെയാണ് ഇബ്ലീസ് ശാപത്തിനിരയായത്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ വളരെയധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫുള്ളതിനാൽ മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫുള്ളതിനാൽ. മനസ്സിലാക്കി പഠിക്കട്ടോ. സ്ഥലം മനസ്സിലാക്കണം. ആരാണ് വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കാം. നബിമാര്, അഹ്ലുബൈത്ത്, സ്വഹാബത്ത്, വലിയുമാര്, ആലിമുകള്, സജ്ജനങ്ങള്, മാതാപിതാക്കള്, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണം. അല്ലാഹു തആല ആദരിച്ചതിനെ നാം ആദരിക്കണം. അപ്പോൾ ആദരിച്ച വ്യക്തികളാണ് പറയുന്നത്. അല്ലാഹു തആല ആദരിച്ച വ്യക്തികൾ നബിമാര്, അഹ്ലുബൈത്ത്, സഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ. അപ്പം അല്ലാഹു തആല ആദരിച്ച വ്യക്തികളിൽ നിന്ന് രണ്ട് പേര് എഴുതാൻ പറയും. അപ്പം നബിമാര്, അഹ്ലുബൈത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി. മനസ്സിലാക്കുക. അതുപോലെ അല്ലാഹു തആല ബഹുമാനിച്ച വസ്തുക്കൾ, ഖുർആന്, മതഗ്രന്ഥങ്ങൾ അല്ലാഹു തആല ആദരിച്ച വസ്തുക്കളാണ്.
ഖുർആന്, മതഗ്രന്ഥങ്ങൾ, കഅബത്തുൽ മുക്കറമ, ഹുജ്റത്തു ഷരീഫ്, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. നാം ആദരിക്കേണ്ട വസ്തുക്കൾ മനസ്സിലാക്കുക. ഖുർആന്, മതഗ്രന്ഥങ്ങൾ, കഅബത്തുൽ മുക്കറമ, ഹുജ്റത്തു ഷരീഫ്, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറ് മുതലായവയെ നാം ആദരിക്കണം. അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. മനസ്സിലാക്കുക. വമൻ യുഅല്ലിം ശആയിറല്ലാഹു ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ തദ്രിബാത്തിൽ വന്ന കുറച്ച് വേർഡ് മീനിങ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അത് ചോദ്യോത്തരമായിട്ട് വരും. ആരാണ് അഹ്ലുബൈത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് അഹ്ലുബൈത്ത്. ആരാണ് വലി? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് വലി. ആരാണ് ആലിം? പണ്ഡിതന്മാരാണ് ആലിം. കഅബത്തുൽ മുക്കറമ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കഅബ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ പിശാചുക്കളുടെ പിതാവാണ് ഇബ്ലീസ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചവർ, അവരാണ് സഹാബത്ത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. തദ്രിബാത്തിൽ വന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ പാഠം അനമുൽ ബർക്കത്ത്. ആടിൽ ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക. എന്തിനാണ് ആടിനെ മേച്ചത്? ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും. എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാനും ശീലിക്കും. മനസ്സിലാക്കുക. ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്ക് ആടുകളെ മേക്കാൻ അല്ലാഹു തആല അവസരം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഉപ്പയുടെ മരണത്തോടെ പിതൃ സഹോദരൻ അബൂ തോലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ ആരാണ്? ചോദ്യം വരും. അബൂ തോലിബിൻ്റെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. അദ്ദേഹം ദരിദ്രനായിരുന്നു. അതിനാൽ ആടുകളെ മേച്ചും കച്ചവടത്തിൽ സഹായിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലി ചെയ്ത് ജീവിച്ചു. ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് മൂത്താപ്പയെ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ അറാക്ക് മരത്തിലെ പഴങ്ങൾ പറിക്കാറുണ്ടായിരുന്നു. കറുത്തത് പറിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മനസ്സിലാക്കുക. ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ മയക്കുന്ന സമയത്ത് അറാക്ക് മരത്തിലെ പഴങ്ങൾ പറിക്കുമായിരുന്നു. മനസ്സിലാക്കുക. മക്കക്കാർക്ക് വേണ്ടി ആടിനെ മേക്കാറുണ്ടായിരുന്നു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കുക. പ്രവാചകന്മാരെല്ലാം ആടിനെ മേച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക. ആടിനെ മേക്കുന്നത് കൊണ്ട് എന്താണ് ലഭിക്കുന്നത്? നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ഷമയും സഹനവും പഠിക്കും. ടിക്ക് ചെയ്യാൻ വരും. ആടിനെ മേക്കുന്നതിലൂടെ ലഭിക്കും. ആടിനെ മേയ്ക്കുന്നതിലൂടെ എന്തെല്ലാം കരസ്ഥമാക്കാം? ക്ഷമയും സഹനവും. ഓപ്ഷനിൽ അതുണ്ടോ നോക്കിയിട്ട് ടിക്ക് ചെയ്യുക. മനസ്സിലാക്കുക. അതങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. മനസ്സിലാക്കുക. അടുത്തത് മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅൽ അനം. ആടിനെ മേക്കാത്തവരായി ഒരു നബിയെയും അല്ലാഹു തആല അയച്ചിട്ടില്ല. മനസ്സിലാക്കുക. അടുത്തത് മർഹൻ എന്നൊരു പാട്ടാണ് നമുക്ക് ഇവിടെ വന്നിരുന്നത്. മർഹൻ എന്തായിരുന്നു അർത്ഥം? ആനന്ദം എന്നാണ്. ആനന്ദം എന്നതിൻ്റെ അറബി എന്ത്? മർഹൻ. മനസ്സിലാക്കുക. അപ്പോൾ പാഠഭാഗം വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ ബൈത്തിൽ നിന്ന് നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ബൈത്ത് പഠിക്കുക. അപ്പോൾ ഈ പാഠത്തിൻ്റെ ബൈത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഓരോ വേർഡ്സുകൾ വരുന്നത് മനസ്സിലാക്കി പഠിക്കണം. മത്തർ എന്ന് പറഞ്ഞാൽ മഴ. പിന്നെന്താണ്? ദാറ് എന്ന് പറഞ്ഞാൽ വീട് എന്നതിൻ്റെ അറബി എന്താന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരും. അപ്പം നമുക്ക് ദാറിൽ നിന്ന് എഴുതണം. അതേപോലെ സഹർ എന്ന് പറഞ്ഞാൽ പൂവ്.
സഹർ എന്ന് പറഞ്ഞാൽ പൂവ്. ദിയാറുൻ വീടുകൾ, വീടുകൾക്കാണ് ദിയാറു എന്ന് പറഞ്ഞത്, മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ തദ്രിബാത്തിലുണ്ട്, ഇതിൽ ഓരോ വേർഡ്സിൻ്റെയും മീനിങ് അതൊക്കെ പഠിക്കുക. അഷ്ജാർ മരങ്ങൾ, തോയിർ പക്ഷി, തോയിർ പക്ഷി, അദ്ഇയ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഏതെങ്കിലും വേർഡ്സിൻ്റെ അർത്ഥം എഴുതാൻ വേണ്ടി വരും, മനസ്സിലാക്കുക. വീട് എന്നതിൻ്റെ അറബി എന്ത്, പ്രാർത്ഥന എന്നതിൻ്റെ അറബി എന്ത്, അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ പാഠത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വൈത്തന്നായിട്ട് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ, മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്തത് 5ാമത്തെ പാഠം. വസ്വാജുഹും ഉമ്മഹാത്തുഹും, വിശ്വാസികളുടെ ഉമ്മമാരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? വിശ്വാസികളുടെ ഉമ്മമാർ, അതായത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. മനസ്സിലാക്കി പഠിക്കുക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്ന ആരെ കുറിച്ചാണ്? ഖദീജ ബീവിയെ കുറിച്ചാണ്. ആരാ പറഞ്ഞത്? ആയിഷ ബീവിയാണ് പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഖദീജ ബീവി വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. ഖദീജ ബീവി വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണ്. മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഖദീജ ബീവി, മനസ്സിലാക്കുക. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യമാരെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. എത്രത്തോളം? മനസ്സിലാക്കുക. സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും ഭാര്യമാരെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അവരുടെ പേരുകൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേര് അവിടെ ഒരു ബൈത്ത് വരുന്നുണ്ട്, അവരുടെ പേര് വരുന്ന ഖദീജത്തും ആയിഷത്തും ഹഫ്സ. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. സഫിയ്യത്തും മൈമൂനത്തും സൗദ റംല വഹിന്ദും സൈനബാനി ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൽ മർലിയ. അതിന്ന് പേരുകൾ തിരഞ്ഞെടുത്ത് എഴുതാം. ഖദീജ, ആയിഷ, ഹഫ്സ, സഫിയ, മൈമൂന, സൗദ, റംല, ഹിന്ദ്, സൈനബാനി. 2 സൈനബ എന്നുള്ളതോ അതാണ് സൈനബാനി, ജുവൈരിയ. ഇത്രയും ഭാര്യമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. ഇത്രയും പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അപ്പോൾ പേര് നന്നായിട്ട് പഠിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, ബൈത്ത് നന്നായിട്ട് പഠിക്കുക. നബിമാരുടെ ഭാര്യമാരിൽ പെട്ടവരാണ് ആര് എന്നിട്ട് താഴെ ഓപ്ഷൻ തരും. ഹിന്ദ്, റംല, അങ്ങനെ പേരുകൾ തരും, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് ഈ 5ാമത്തെ പാഠത്ത് മനസ്സിലാക്കി പഠിക്കേണ്ടത്. പാഠഭാഗത്തിൻ്റെ തദ്രിഭാഗത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നോക്കി പഠിക്കുക. തദ്രിഭാഗത്തിൽ വന്ന ഫിൽ ഇൻ ദ മാക്സ് നന്നായിട്ട് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയാണ് ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയാണ് ആയിഷ ബീവി.
ആയിഷ ബീവിയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഹഫ്സ ബീവിയുടെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെ സ്നേഹിക്കണം അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ പേരുകൾ എഴുതുക. അത്ര എഴുതിയിട്ട് 5 വരിയിൽ കുറയാതെ മനസ്സിലാക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൈനബ എന്ന് പറഞ്ഞിട്ട് 2 ഭാര്യമാരുണ്ടായിരുന്നു. സൈനബ ബിൻത്ത് ജഹ്ഷിം, സൈനബ ബിൻത്ത് ഹുസൈമ എന്നിവരായിരുന്നു അത്. അടുത്ത 6ാമത്തെ പാഠം എന്താണ്? സത്യവിശ്വാസി ഒരിക്കലും മോഷ്ടിക്കുകയില്ല. മനസ്സിലാക്കുക. എന്താണ്? സത്യവിശ്വാസി ഒരിക്കലും ചെയ്യില്ല എന്ത്? മോഷണം. മനസ്സിലാക്കുക. മർഹൂം ഗോത്രക്കാരിയായ സ്ത്രീ കളവ് നടത്തി. ഏത് ഗോത്രക്കാരിയാണ് കളവ് നടത്തിയത്? മർഹൂം ഗോത്രക്കാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ശിക്ഷിക്കാൻ വിധിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനമായ ഉസാമത്ത് ബിൻ സെയ്ദിനെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഉസാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി ശിക്ഷയിൽ ഇളവ് വരുത്താൻ അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് അവരുടെ അനീതിയാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് അവരുടെ അനീതിയാണ്. മാന്യന്മാർ മോഷ്ടിച്ചാൽ വെറുതെ വിടും. ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. അള്ളാഹു സത്യം, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈ മുറിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മോഷണം മഹാപാപമാണ്. മഹാപാപമാണ് എന്ത്? മോഷണം. ടിക് ദ കറക്റ്റ് ആൻസറിൽ വരും. മോഷണം മഹാപാപമാണ്. എന്താണ് മഹാപാപം? മോഷണം. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മോഷ്ടാവിനെ ജനങ്ങൾ വെറുക്കുന്നു. ആരെയാണ് ജനങ്ങൾ വെറുക്കുക? മോഷ്ടാവിനെ ജനങ്ങൾ വെറുക്കും. മോഷ്ടാവിന് ഈ ലോകത്ത് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കും. ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കും. മോഷ്ടാവിന് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? കഠിന ശിക്ഷയാണ്. മോഷ്ടാവിന് പരലോകത്ത് കഠിന ശിക്ഷയും ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കും. അപ്പോൾ ചോദ്യം മനസ്സിലാക്കി പഠിക്കുക. ഈ ലോകത്ത് മോഷ്ടാവിന് ലഭിക്കുന്ന ശിക്ഷ എന്ത് എന്നാണ് ഇത് വരിക. അപ്പോൾ അതിന് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കും. പരലോകത്ത് മോഷ്ടാവിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? അവർക്ക് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക. ഇസ്ലാം എന്തിനെല്ലാമാണ് സംരക്ഷണം നൽകിയത്? സ്വത്തിനും അഭിമാനത്തിനും ജീവനും സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഇസ്ലാം സ്വത്തിനും അഭിമാനത്തിനും ജീവനും സംരക്ഷണം നൽകിയിട്ടുണ്ട്. മനസ്സിലാക്കുക. വിശ്വസ്തതയും സത്യസന്ധതയും കൈക്കൊള്ളണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അന്യരുടെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. അന്യരുടെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. ആർക്ക്? വിശ്വസ്തതയും സത്യസന്ധതയും കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ അന്യരുടെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. മനസ്സിലാക്കുക. സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റു ഇടപാടുകളും നടത്തുമ്പോഴും ഡാഷ് പുലർത്തണം. എന്താണ്? സത്യസന്ധത പാലിക്കണം. സത്യസന്ധത പാലിക്കണം. എന്തിലെല്ലാം? മനസ്സിലാക്കുക. സത്യസന്ധത പാലിക്കണം. സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റു ഇടപാടുകൾ നടത്തുമ്പോഴും സത്യസന്ധത പാലിക്കണം. അവകാശമില്ലാത്ത പണം തിരിച്ചു നൽകുകയും വേണം. ചെറിയ മോഷണവും വലിയ മോഷണവും മോഷണം തന്നെയാണ്. ചെറിയ വസ്തുക്കൾ കട്ടു ശീലിച്ചവരാണ് പിന്നീട് വലിയ കള്ളന്മാരാകുന്നത്. മനസ്സിലാക്കുക. ലാ യശ്രിക്കു ഹീന യശ്രിക്കു വഹുവ മുഅ്മിനുൻ. വിശ്വാസിയായിരിക്കെ ഒരാളും മോഷ്ടിക്കാൻ കഴിയില്ല. ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെയാണ്. മനസ്സിലാക്കുക. ഈ പാഠത്തു നിന്ന് മോഷണത്തെക്കുറിച്ച് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ മനസ്സിലാക്കി പഠിക്കുക. മോഷണത്തെക്കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈ മുറിക്കുമെന്ന്. മോഷണം മഹാപാപമാണ്. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല. മോഷ്ടാവിനെ ജനങ്ങൾ വെറുക്കുന്നു. ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കുന്നു. പരലോകത്ത് കഠിന ശിക്ഷയും ലഭിക്കുന്നു.
വിശ്വസ്തതയും സത്യസന്ധതയും കൈക്കൊള്ളണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അന്യരുടെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റിടപാടുകൾ നടത്തുമ്പോഴും സത്യസന്ധത പാലിക്കണം. അവകാശമില്ലാത്ത പണം തിരിച്ചു നൽകണം. വിശ്വാസിയായിരിക്കെ ഒരാൾക്കും മോഷ്ടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്ര എഴുതിയിട്ട് 5 വരി കുറയാതെ നമുക്ക് എഴുതാം. മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ചോദ്യത്തിൽ വന്ന് പൂർവികരെ അള്ളാഹു നശിപ്പിക്കാൻ കാരണം എന്തെന്നാണ്. അതായത് നമുക്ക് മുമ്പുള്ളവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവരുടെ അനീതിയാണ്. നമ്മൾ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക. പൂർവികരെ നശിപ്പിക്കാൻ കാരണം അവരുടെ അനീതിയാണ്. 7ാമത്തെ പാഠം നബിയുൻ മുൻതളിർ. അവർ ബുസ്ര പട്ടണത്തിലെത്തി വിശ്രമിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിൻ്റെ കൂടെ കച്ചവട യാത്രയിൽ അങ്ങനെ അവർ ബുസ്രയിലെത്തിയപ്പോൾ വിശ്രമിക്കുകയായിരുന്നു. വേദപണ്ഡിതനായ ബഹീറ എന്ന പുരോഹിതൻ അവരെ നിരീക്ഷിക്കുകയായിരുന്നു. യാത്രാ സംഘത്തിനു മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരുന്നു. ബഹീറ കണ്ട കാഴ്ചയാണ്. യാത്രാ സംഘത്തിനു മുകളിൽ ഒരു പ്രത്യേക ഭാഗം കാർമേഘം വിരിച്ചിരുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ബഹീറ ആശ്ചര്യം കാരണം കാര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തെ ധൃതിയായി. ബഹീറ അവരെ തൻ്റെ പർണശാലയിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് എല്ലാവരെയും നിരീക്ഷിച്ചു. പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളോടെയെല്ലാമുള്ള കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ബഹീറ അബൂ ത്വാലിബിനോട് പറഞ്ഞു, അവനുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുഞ്ഞിനെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. അത് കേട്ട അബൂ ത്വാലിബിന് ആശങ്കയും വർദ്ധിച്ചു. കച്ചവടം പൂർത്തിയാക്കി വേഗം അവർ നാട്ടിലേക്ക് മടങ്ങി. ബഹീറ അബൂ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. അവനുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാർ അവനെ അപായപ്പെടുത്തിയേക്കാം. മനസ്സിലാക്കുക. അപ്പോൾ ഈ പാഠത്തുനിന്ന് വേദപുരോഹിതനാണ് ആര്? ബഹീറ. മനസ്സിലാക്കുക. ബുസ്ര പട്ടണത്തിൽ. മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അവർ യാത്രാ സംഘത്തിന് മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരുന്നു. ബഹീറ കണ്ട കാഴ്ച മനസ്സിലാക്കുക. അതൊക്കെ തദ്രിഭാഗത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠം നോക്കാം. ബുസ്ര പട്ടണം ഷാമിലാണ്. ഷാമിലെ ഒരു പട്ടണമാണ് ബുസ്ര. അടുത്ത 8ാമത്തെ പാഠം ജരീദത്തു സിറാജ് ദിനപത്രം. ദിനപത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജരീദ. ദിനപത്രം എന്നതിൻ്റെ അറബിയാണ് ജരീദ. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഈ പാഠത്തുനിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? എണ്ണങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അറബിയിൽ എണ്ണങ്ങൾ വാഹിദ്, ഇസ്നാനി, സലാസ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, എനിക്ക് 3 പേന വേണം. ഉരീദു സലാസ അക്കിലാമി. എനിക്ക് 3 പേന വേണം. മാതാ തുരീദു ബഅദ്. പിന്നെന്താണ് വേണ്ടത്? ജരീദു സിറാജ്. എനിക്കൊരു സിറാജ് ദിനപത്രം കൂടി വേണം. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. തിസ് റൂബിയാത്തി വനിസ്ഫ്. തിസ് റൂബിയാത്ത് എന്ന് പറഞ്ഞാൽ 9 രൂപ. വനിസ്ഫ് പകുതി, അര. അപ്പോൾ 9.5 രൂപ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഏത് എണ്ണത്തിൻ്റെയും കൂടെ വനിസ്ഫ് വന്നാൽ അവിടെ അര ചേർത്ത് കൊടുക്കുക. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വന്ന് എണ്ണങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എത്രയാണ് ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത്? നമുക്ക് അടുത്ത പാഠം നോക്കാം. ഹഉലാഇ അഹ്ലു ബൈത്ത്. 9ാമത്തെ പാഠം. ആയിഷ ബീവി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ ഫാത്തിമയേക്കാൾ സാദൃശ്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുള്ള മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുള്ളത് ആർക്കാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്കാണ്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഫാത്തിമ ബീവി വന്നാൽ എന്താ ചെയ്യുക?
അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഇരുത്തുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയുടെ അടുത്ത് ചെന്നാലും അവർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ ഹുവൈലിദിൻ്റെ മകൾ ഖദീജ. സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠര് ഹുവൈലിദിൻ്റെ മകൾ ഖദീജയും മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയും മുസാഹിമിൻ്റെ മകൾ ആസിയയും ഇമ്രാൻ്റെ മകൾ മറിയമുമാണ്. അപ്പോൾ ഈ പേരുകളും അവരുടെ പിതാവിൻ്റെ പേര് നന്നായി മനസ്സിലാക്കുക, മാച്ച് ചെയ്യാനൊക്കെ വരും. ഹുവൈലിദിൻ്റെ മകൾ ഖദീജ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, മുസാഹിമിൻ്റെ മകൾ ആസിയ, ഇമ്രാൻ്റെ മകൾ മറിയം. മാച്ച് ചെയ്യാൻ വരാം. അല്ലെങ്കിൽ സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരൊക്കെ? അപ്പോൾ അതൊക്കെ ആൻസർ ആക്കിയിട്ട് എഴുതാനും വരും, മനസ്സിലാക്കിയിട്ട് പഠിക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. സ്വർഗ സ്ത്രീകളിൽ ഏറ്റവും ഇതിൻ്റെ മകൾ ഡാഷ് ആരാന്ന് എഴുതാൻ വരും, മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കള്, 4 പെൺമക്കളും 3 ആൺമക്കളും. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബത്തെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമുക്ക് കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്, മനസ്സിലാക്കുക. ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ, ഹുസൈൻ എന്നിവരുടെ സന്താന പരമ്പരയിലാണ് നബി കുടുംബം വ്യാപിച്ചത്. നബി കുടുംബം വ്യാപിച്ചത് ആരിലൂടെ? ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ, ഹുസൈനിലൂടെയാണ് നബി കുടുംബം വ്യാപിച്ചത്. അവരുടെ പേര് വന്ന ഈ ബൈത്ത് നന്നായിട്ട് പഠിക്കുക, പേരുകളൊക്കെ മനസ്സിലാക്കുക. ഖാസിം, സൈനബ, റുക്കിയ, ഫാത്തിമ, ഉമ്മു കുൽസു, അബ്ദുള്ള, ഖദീജത്തുൽ കുബ്ര. ഇവരിത്രയും മക്കള് ഖദീജയുടേതാണ്. ഇത്രയും മക്കള് ഖദീജ ബീവിയുടേതാണ്. ഖാസിം, സൈനബ, റുക്കിയ, ഫാത്തിമ, ഉമ്മു കുൽസു, അബ്ദുള്ള. ഇത്രയും മക്കളുടെ ഉമ്മ ഖദീജത്തുൽ കുബ്രയാണ്. ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഉമ്മ മാരിയത്തുൽ കിബ്തിയയാണ്. മാരിയത്തുൽ കിബ്തിയ. അപ്പോൾ മാരിയത്തുൽ കിബ്തിയ, ഇബ്രാഹിമിൻ്റെ ഉമ്മ ആര്? മാരിയത്തുൽ കിബ്തിയ. മാരിയത്തുൽ കിബ്തിയയാണ് മാതാവ്. ഓപ്ഷനിൽ ഇബ്രാഹിം, അബ്ദുള്ള, ഖാസിം തരും. അപ്പോൾ നമുക്ക് ഇബ്രാഹിം അടയാളപ്പെടുത്തണം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഉദക്കിറുക്കും അല്ലാഹു ഫി അഹ്ലിൽ ബൈത്ത്. എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേര് എഴുതാൻ വരും, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. 10ാമത്തെ പാഠം വൽ യുക്രിം ജാറഹു, അയൽവാസിയെ സ്നേഹിക്കല്. സഹൽ ബിൻ അബ്ദുല്ലാഹി തുഷ്തരി റളിയല്ലാഹു അൻഹുവിന് മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്ന ആർക്ക്? സഹൽ ബിൻ അബ്ദുല്ലാഹി ബിൻ തുസ്തരി റളിയല്ലാഹു അൻഹുവിന്. മനസ്സിലാക്കിയ അയൽവാസികളെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. അയൽവാസിയെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. മജൂസി ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണം എന്തായിരുന്നു? ഇസ്ലാമിൻ്റെ മഹത്വം അറിഞ്ഞ മജൂസിക്ക് മാനസാന്തരമുണ്ടായി. അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാമിൻ്റെ മഹത്വം അറിഞ്ഞ മജൂസിക്ക് മാനസാന്തരമുണ്ടായി, അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. മനസ്സിലാക്കുക. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. ആരാണ് അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. അയൽവാസികളെ നാം സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഒരു ആയത്ത് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മനസ്സിലാക്കുക. അയൽവാസികൾക്ക് നാം കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനുല്ലദീ യസ്ബഉ വജാറഹു ജായുൻ ഇലൽ ജന്ന.
അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല. സത്യവിശ്വാസിയല്ല ആര്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അയൽവാസികൾക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ യുഹ്സിൻ ഇലാ ജാരിഹി. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. അപ്പോൾ ഈ ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഇലാ ജാരിഹി എന്നൊക്കെ ഇത്രയും ചെറിയ വാക്കുകളൊക്കെയാണ് വരിക. മനസ്സിലാക്കി പഠിക്കുക. മൻ അറാദല്ലാഹു ബിഹി ഹൈറൻ ഹബ്ബബഹു ഇലാ ജീറാനിഹി. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ തൻ്റെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും ആരെ? അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ച ഒരാളെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. അപ്പോൾ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 1 എന്ന പാഠത്തിന് നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അയൽവാസികൾ എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പോൾ നമ്മൾ ഇവിടെ അയൽവാസികൾ എന്നുള്ള ഈ ഇവിടുന്ന് തൊട്ടിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അയൽവാസികൾക്ക് നാം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിക്ക് നന്മ ചെയ്യണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കി നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ ഈ വോയിസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത 10 പാഠവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.